ഫെബ്രുവരി 13 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: റിച്ചിയിലെ വിശുദ്ധ കാതറിൻ, വിശുദ്ധ അഗാംബുസ്, വിശുദ്ധ ഐമോ, വിശുദ്ധ ബെനിന്യൂസ്, വിശുദ്ധ മോഡോംനോക്, വിശുദ്ധ ഡൈനോഗു. റിച്ചിയിലെ വിശുദ്ധ കാതറിൻ 1522 1589 കാലഘട്ടത്തിലാണ് റിച്ചിയിലെ വിശുദ്ധ കാതറിൻ ജീവിച്ചിരുന്നത്. ഫ്ലോറൻസിൽ റിച്ചി എന്നൊരു സമ്പന്ന കുടുംബത്തിൽ കാതറിൻ ജനിച്ചു. ജ്ഞാനസ്നാന നാമം അലക്സാൻഡ്രീന എന്നായിരുന്നു. അമ്മ തന്റെ ശിശുപ്രായത്തിൽ മരിച്ചതിനാൽ അതീവ ഭക്തയായ അമ്മാമ്മയാണ് കുഞ്ഞിനെ വളർത്തിയത്. 14-ാമത്തെ വയസ്സിൽ അലക്സാൻഡ്രീന ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. കാതറിൻ എന്ന നാമം സ്വീകരിച്ചു. 2 വർഷം അവൾക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല. നൊവിഷ്യേറ്റ് ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള ധ്യാനമായിരുന്നു അവളുടെ വിശ്വാസം, അവളുടെ ആശ്വാസവും. അത്ഭുതകരമായ രീതിയിൽ ആ രോഗം മാറി. അതോടെ അവൾ പ്രായശ്ചിത്തവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു. ആഴ്ചയിൽ പല ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. സഭാ നിയമം അനുവദിച്ചിരുന്നിടത്തോളം സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ടടിച്ചു പോന്നു. അവളുടെ പ്രായശ്ചിത്ത അരൂപിയേക്കാൾ അത്ഭുതാവഹമായിരുന്നു അവളുടെ എളിമയും അനുസരണയും ശാന്തതയും. ആരെങ്കിലും സ്തുതിച്ച് സംസാരിക്കുന്നതും എന്തെങ്കിലും ബഹുമാനം പ്രകാശിപ്പിക്കുന്നതും അവൾക്ക് ദുസ്സുഖമായിരുന്നു. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ധ്യാനവും കൊണ്ടാണ് ഈ ദൃശ്യമായ ആത്മനിയന്ത്രണം അവൾ പ്രാപിച്ചത്. കാതറിന്റെ ജീവിത വിശുദ്ധി ഗ്രഹിച്ചിരുന്ന സഭാംഗങ്ങൾ അവളെ ചെറുപ്പത്തിൽ തന്നെ നോവിസ് മിസ്ട്രസ് ആക്കി. 30-ാമത്തെ വയസ്സിൽ ആജീവനാന്ത മഠാധിപയായി തിരഞ്ഞെടുത്തു. ഇതിനിടയ്ക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നതും ദരിദ്രരെ സംരക്ഷിക്കുന്നതും അവൾക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. രോഗിയിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് കാതറിൻ മുട്ടിന്മേൽ നിന്നാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത്. പ്രാറ്റിലെ തന്റെ മഠം വിടാതെ തന്നെ റോമയിൽ വസിക്കുന്ന ഫിലിപ്പ് നേരിയോട് അവൾ സംസാരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 15-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പ എഴുതിയ നാമകരണ ലേഖനത്തിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാതറിന്റെ പ്രധാന ധ്യാന വിഷയം കർത്താവിന്റെ പീഡാനുഭവമാണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച 3 മണി വരെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ച് സമാധിയിൽ ലയിക്കുമായിരുന്നു. കർത്താവിന്റെ തിരുമുറിവുകൾ അവളിൽ പതിഞ്ഞിരുന്നു. ശുദ്ധീകരണാത്മാക്കളോട് ഇവർക്കുണ്ടായിരുന്ന ഭക്തിയും അനിതര സാധാരണമാണ്. നാട്ടുകാർ ആരെങ്കിലും മരിക്കുമ്പോൾ ബന്ധുക്കൾ അവളുടെ പ്രാർത്ഥന തേടിയിരുന്നു. തന്റെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ടുമുണ്ട്. അന്തിമ രോഗം അല്പം ദീർഘമായിരുന്നു. വളരെ സന്തോഷത്തോടെ രോഗത്തിന്റെ വേദനകൾ സഹിച്ച് 1589 ഫെബ്രുവരി 2-ാം തീയതി കർത്താവിന്റെ കാഴ്ചവെപ്പ് തിരുനാൾ ദിവസം കാതറിൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1746-ൽ 14-ാം ബെനഡിക്ട് മാർപ്പാപ്പ കാതറിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. സൃഷ്ടികളിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് എത്രയധികം പിന്മാറുമോ അത്രയധികം മാധുര്യവും ശക്തിയുമുള്ള ആശ്വാസങ്ങൾ നീ ദൈവത്തിൽ കണ്ടെത്തും എന്ന് ക്രിസ്താനുകരണ വാക്യം നമ്മളോട് പറയുന്നു. റിച്ചിയിലെ വിശുദ്ധ കാതറിനെ ഈ ലോകത്തുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടിയും രോഗത്താൽ വലയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.